ഹലോ ഗൈസ് എന്ന് പറയാൻ എനിക്കൊരു ചമ്മലുണ്ട്. അപ്പോൾ എല്ലാവരും പറയും എന്നോട് ഇങ്ങനെ പറയാതെന്ന് പറയും. അപ്പം ഞാൻ പറയും എനിക്കെന്തോ ഒരു ചമ്മലാണ് അങ്ങനെ പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടിടത്ത് പോകാനുണ്ട്. നമ്മുടെ വീടിൻ്റെ കിഴക്കേ വശത്തൊരു കുളമുണ്ട്. അത് ഉപയോഗിച്ചിരുന്ന കുളമാണ്. അപ്പോൾ ഇപ്പോൾ അതൊരു മോശമായിട്ട് കിടക്കണം, ക്ലീൻ ആക്കാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുളത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ച് ക്ലീൻ ആക്കിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഒരാളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഞങ്ങൾ വന്ന് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ ദാദിക്ക് ഇപ്പം എന്നാൽ തന്നെ ചൂടല്ലേ, കുളിക്കാനും നനയ്ക്കാനും നല്ലതല്ലേ. അപ്പോൾ നനയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ മുതലാളി വീട്ടിലില്ല, അപ്പോൾ വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ വൈകിട്ട് നമുക്ക് വന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു ചേട്ടൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിക്കുകയാണ് കേട്ടോ. അതേ കുട്ടീനൊന്ന് അംഗനവാടിയിൽ നിന്ന് എടുക്കണം. അപ്പോൾ അത് ദേക്കുട്ടിനെ എടുക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാപ്പി കുടിക്കണം നമുക്ക് കേട്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആന്നും ആളും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചന്ദ്രാപിനി സെൻറ്ററിൽ തന്നെ ഉണ്ട് ദേക്കുട്ടിനെ അംഗനവാടി. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ഒരു റെഡും ബ്ലാക്കും കൂടി ചേർന്നൊരു ബോർഡ് കണ്ട അതൊന്നിട്ടാണ് നമ്മുടെ ബിഗ് ബൈറ്റ്സ് എന്ന് കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നല്ലൊരു ഷവർമ കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസ്മി ചിക്കൻ അവിടെ കൊണ്ടുവന്ന് ഷവർമ ഉണ്ടാക്കണം. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കത് കഴിക്കാം. അപ്പോൾ അവിടെ നിന്ന് മാത്രമേ ചേട്ടൻ മേടിച്ച് തരാറുള്ളൂ. കുറേ നാളായിട്ട് ഷവർമ ഒക്കെ കഴിച്ചിട്ട്. അപ്പോൾ ദേക്കുട്ടിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അംഗനവാടിയിലേക്ക് പോവാണ്. ദേക്കുട്ടിക്ക് അങ്ങനെ ദിവസം ഉറങ്ങാറില്ല, എന്നാലും ഇടയ്ക്കേ ഉറങ്ങാറുള്ളൂ. ആൾ ഇന്ന് ഉറങ്ങിയിട്ടുണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആൾ എവിടെ ഓടി വരണ്ട കേട്ടോ. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ദേക്കുട്ടി നല്ലോണം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ആ റെഡ് കളർ സാരി എടുത്ത് ഇരിക്കുന്നതാണ് ദേക്കുട്ടിയുടെ ടീച്ചർ. ഇപ്പുറത്തെ ആയ ഇത് ദേക്കുട്ടിയുടെ ആയുണ്ട്. രണ്ട് ടീച്ചർമാരും സൂപ്പറാണ് കേട്ടോ. അത് കുട്ടികളോട് പെരുമാറുന്ന രീതിയായാലും ഫുഡ് കൊടുക്കാനായാലും ഇനി അവർക്ക് ബാത്റൂമിൽ പോകാനായാലും വെള്ളം കൊടുക്കാനായാലും സൂപ്പർ ടീച്ചർമാരുണ്ട്. അപ്പോൾ ഇതാണ് ബോർഡ് കേട്ടോ. പെരുമ്പടമ്പ സ്കൂൾ നമ്മുടെ ചന്ദ്രാപിനി സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ദേക്കുട്ടിനോട് ഞാൻ പറഞ്ഞൊരു ഹായൊക്കെ ദേക്കുട്ടിന്നൊക്കെ പറഞ്ഞു. പക്ഷെ നല്ല ഉറക്കപ്പിച്ചായിരുന്നു ആൾ കണ്ടത്. ഹായൊക്കെ തന്നാൽ എൻ്റെ കൈ കൊണ്ടാണ് ഹായൊക്കെ തന്നത്. അപ്പോൾ നമ്മൾ ഒരു കാപ്പി കുടിക്കാനായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഡിന്നീസ് ഹോട്ടൽ ഒരു ജ്യൂസ് ബോക്സ് ഡിന്നീസ് ബേക്കറി. അപ്പോൾ എല്ലാവിധ സാധനങ്ങളുണ്ട്. ഐസ്ക്രീം തുടങ്ങി നമ്മുടെ കേക്ക് സാധനങ്ങളായാലും വറവായാലും എല്ലാം സൂപ്പർ വണ്ണുണ്ട്. ഇനി അഥവാ നിങ്ങൾ ചന്ദ്രാപിനി സെൻറ്ററിൽ വന്ന് ഇറങ്ങണം എന്നുള്ളൊരു കണ്ടീഷൻ വരുവാണെങ്കിൽ നേരിട്ട് നമ്മുടെ ഡിന്നീസ് ഹോട്ടൽ ചന്ദ്രാപിനി സെൻറ്ററിൽ തന്നെയാണ് നേരിട്ട് കയറുക. നല്ല നല്ല ബണ്ണുകൾ ഇവിടെ എല്ലാ സാധനങ്ങളും ചിലത് മാത്രം അത് ഓർഡർ ചെയ്ത് മേടിക്കുള്ളവർ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം നമുക്ക് കാപ്പിയും ചായയും കുടിക്കാനിട്ടാ വേണ്ട. ഉള്ളിലേക്ക് പോയ ജ്യൂസ് പിന്നെ എന്തിട്ടാ വല്ല ഷവർമ വേണോ, പിന്നെ കടികളായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പനി വരുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ നമ്മൾ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പനിയാവുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കും, അച്ഛാ ഇഞ്ചക്ഷൻ എടുക്കുമോ? അപ്പം അച്ഛൻ എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ് ഞങ്ങൾ സാറിനെ കാണാൻ വേണ്ടിയിട്ട് കയറും. അപ്പോൾ സാറ് മരുന്ന് എഴുതാൻ പോകുമ്പോഴാണ് അച്ഛൻ പറയുന്നത് മരുന്നൊന്നും കഴിക്കില്ല സാറേ, ഒരു ഇഞ്ചക്ഷൻ എഴുതിക്കോളാൻ പറയും. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ തന്ന് ആ വേദനയും. അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞ് അച്ഛൻ മസാല ദോശ മേടിച്ച് തരാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഇഞ്ചക്ഷൻ അടിച്ച വേദന ഒക്കെ പോകും അത് കേൾക്കുമ്പോഴത്തേന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ നേരെ മഹാറാണി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് മഹാറാണി ഹോട്ടലുണ്ട്. അത് ഇപ്പോഴും ഫേമസ് ആണ്, അപ്പോഴും ഫേമസ് ആണ്. അതിൻ്റെ മസാല ദോശയും വടയും ചായ അച്ഛൻ മേടിച്ച് തരും കേട്ടോ. അപ്പം ഇനി അവിടെ നിന്ന് പോരാനായിട്ട് കരുവപ്പടന്ന വഴി നമ്മൾ പോരുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പുതിയ റോട്ടിൽ നിന്ന് ഒരു ജ്യൂസും കട്ട്ലേറ്റ് അല്ലെങ്കിൽ പപ്സും മേടിച്ച് തരും. ഇനി അഥവാ അതിലേ പോയില്ലെങ്കിൽ പള്ളിനട വഴിയാണെങ്കിൽ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ബേക്കറി ചെന്നാൽ ഇത് തന്നെ ജ്യൂസും കട്ട്ലേറ്റ് അല്ലെങ്കിൽ പപ്സെങ്കിലും മേടിച്ച് തരും കേട്ടോ. അതിനിടയ്ക്ക് ദേക്കുട്ടി വാശി പിടിച്ചിട്ട് മിഠായിയാണെന്നും പറഞ്ഞിട്ട് ചേട്ടൻ മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ കണ്ടോ ചന്ദ്രാപിനി സെൻറ്ററാണ് കേട്ടത്. ഇത് അറിയാത്തവരോട് മാത്രമാണ് കേട്ടോ പറയുന്നത്, ഞാൻ അറിയുന്നവരോടല്ല. കണ്ടോ നമ്മുടെ നാടും വീടൊക്കെ നമ്മൾ എടുക്കണ്ടേ. അതിനിടയ്ക്ക് ദേക്കുട്ടിക്ക് മിഠായിയൊക്കെ മേടിച്ച് കൊടുത്ത് പോകുന്നിട്ടാ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും. ടാറ്റാ.